സന്തോഷത്തോടെ ആദരവോടെ ക്ഷണിക്കുകയാണ്. അതോടൊപ്പം വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളുണ്ട്. രവീന്ദ്രൻ മാഷിന്റെ, ജയദേവൻ സാറുണ്ട്, ഗ്രന്ഥാലയത്തിന്റെ സെക്രട്ടറി ആയിട്ടുള്ള മൂലക്കണ്ണ പ്രഭാകരൻ സാറുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ സ്വാഗതം ചെയ്തുകൊണ്ട് കൂട്ടത്തിൽ നമ്മുടെ കുഞ്ഞു മക്കൾ എല്ലാവരും ശ്രദ്ധയോടുകൂടി നമ്മുടെ ഈ പരിപാടി കേൾക്കുകയും നിരീക്ഷിക്കുകയും ഒക്കെ ചെയ്യുക. ഇതിന് ശേഷം നമ്മുടെ സാറിന്റെ ക്ലാസ്സിന് ശേഷം നമ്മൾ ഗ്രന്ഥാലയം സന്ദർശിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അറിവുകളൊക്കെ കിട്ടുന്നതായിരിക്കും. സ്നേഹത്തോടെ ആദരവോടെ നമ്മുടെ പരിപാടി ക്ലാസ് നയിക്കുന്നതിനായിട്ട് ദിവാകരൻ വിഷ്ണുമംഗലം സാർ അവരുടെ സ്വാഗതം ചെയ്യാം. ഉണ്ടാക്കിയ ഒരു നേതാവിന്റെ പേരിലാണ് അത് ആരംഭിച്ചത്. അപ്പോൾ ഇന്ന് മനസ്സിലാക്കുന്നു ഗ്രന്ഥശാല വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. വായനശാല എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ലൈബ്രറി എന്ന് പറയുന്നത്, നമ്മൾ ലൈബ്രറിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്, മോർച്ചറിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഒരു പുസ്തകം ആരും വായിക്കാതെ ഒരു ലൈബ്രറിയിൽ കിടക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് മോർച്ചറി എന്നേ പറയാൻ സാധിക്കുകയുള്ളൂ. നേരെ അതിനുണ്ടാകുന്ന ജഡമാണ്. നേരെ മറിച്ച് അതിന് ജീവൻ കൊടുക്കണമെങ്കിൽ നമ്മൾ ആ ഗ്രന്ഥശാലയിൽ പോയി അവിടെയുള്ള പുസ്തകങ്ങളെ തൊട്ടു നോക്കുകയും അതിനെ ഒന്ന് മറിച്ചു നോക്കുകയും അതിലുള്ള കാര്യങ്ങളെ അറിയാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അവയ്ക്ക് ജീവൻ നൽകുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു ആ ജീവന്റെ വെളിച്ചം നമ്മളിലേക്കും കിട്ടുന്നു. വായന എന്ന് പറയുന്നത് അതാണ്. നമ്മൾ പത്രം വായിക്കുന്നു, പാഠപുസ്തകം വായിക്കുന്നു. ആദ്യത്തെ ഘട്ടം ഞാൻ BSc പഠിച്ചു, MSc പഠിച്ചു, റാങ്ക് കിട്ടി. ഇതൊക്കെ ഒരു പഠനത്തിന്റെ ഭാഗമായി പഠിച്ചതുകൊണ്ടാണ്. പാഠപുസ്തകങ്ങൾ നമ്മൾ വായിക്കേണ്ടതാണ്. ദിവസവും നമ്മൾ പാഠപുസ്തകവും ഓരോ പാഠവും അർത്ഥം അറിഞ്ഞ് പഠിക്കുന്ന സമയത്ത് നമുക്ക് അത് ബൈ ഹാർട്ടാവുന്നു. അത് ഹൃദയം തൊട്ട് നമ്മൾ വായിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് വായനയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്തോ ആ അറിവ് നമ്മുടെ ഹൃദയത്തിൽ തന്നെ ഉണ്ട്. നേരത്തെ തന്നെ ഉള്ള ഒന്നിനെ നമ്മൾ തന്നെ പ്രത്യക്ഷമാക്കുകയാണ്. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? എഡ്യൂക്കേഷൻ ഇസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് പെർഫെക്ഷൻ ഓൾറെഡി പ്രസന്റ് ഇൻ മാൻ. മനുഷ്യനിൽ മുൻപേ തന്നെ ഉണ്ടായിരുന്ന ഒന്നിനെ പ്രത്യക്ഷമാക്കുന്ന ഒന്നാണ് വിദ്യാഭ്യാസം. നിങ്ങളിൽ നല്ല എഴുത്തുകാരുണ്ട്, നല്ല കലാകാരന്മാരുണ്ട്, വായനക്കാരുണ്ട്, നടന്മാരുണ്ട്, സംഗീതജ്ഞന്മാരുണ്ട്, ചിത്രകാരന്മാരുണ്ട്, കലാകാരന്മാർ പല വിധത്തിലുണ്ട്. ഇതിനെ എങ്ങനെ നിങ്ങൾ പ്രത്യക്ഷമാക്കുന്നു? അത് നിങ്ങളുടെ വായനയിലൂടെയാണ് കിട്ടുന്നത്. മധുസൂദനൻ നായരുടെ കവിതയുണ്ട്, അക്ഷരം രണ്ടു തൊടുമ്പോഴേ താളം, സ്വരക്ഷയം വന്നാൽ ദുരന്തവേതാളം, രസാഞ്ചരമിട്ട് ഞാൻ കൂട്ടി വായിച്ചാൽ അനന്തരാഗത്തിന്റെ വേലാതരംഗങ്ങൾ. അപ്പോ ഈ വാക്കിനുള്ളിലുള്ള പ്രപഞ്ചത്തെ, വാക്കിനുള്ളിലുള്ള പ്രകാശത്തെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ രസാഞ്ചനം ഇട്ട് വായിക്കണം. രസത്തിന്റെ അഞ്ചനം, കൺമഷി ഇട്ട് വായിക്കുമ്പോഴാണ് നമ്മൾ അതിലുള്ള താളം, അതിലുള്ള അർത്ഥം, അതിലുള്ള ഏത് അറിവും കിട്ടുന്നത്. പുസ്തകങ്ങളിൽ എന്തൊക്കെയുണ്ട്? പുസ്തകങ്ങളിൽ വിസ്മയമുണ്ട്, പുസ്തകങ്ങളിൽ ആനന്ദമുണ്ട്, പുസ്തകങ്ങളിൽ വിജ്ഞാനമുണ്ട്. ഇത് പാടിയത് NV കൃഷ്ണവാര്യർ എന്ന് പറയുന്ന മഹാനായ ഒരു കവിയാണ്. അപ്പൊ NV കൃഷ്ണവാര്യർ പറഞ്ഞ ആദ്യത്തെ കാര്യം അതിൽ വിസ്മയമുണ്ട് എന്നാണ്. പിന്നെയുള്ളത് ആനന്ദമാണ്, പിന്നെയുള്ളത് വിജ്ഞാനം. വിജ്ഞാനം നമുക്കെല്ലാം കിട്ടുന്നതാണ് പാഠപുസ്തകങ്ങളിൽ നിന്ന് കിട്ടുന്ന വിജ്ഞാനം. മറ്റു പുസ്തകങ്ങൾ ഇപ്പോൾ നമ്മൾ പത്രം വായിക്കുന്നു, രാവിലെ പത്രം വായിക്കുന്നത് ആരുമില്ല. രാവിലെ എടുത്ത് പത്രം വായിക്കുന്നത് നമുക്ക് കിട്ടുന്ന മറ്റൊരറിവാണ്. അതുവരെ പാഠപുസ്തകങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവിനപ്പുറം നമുക്ക് കിട്ടുന്ന പ്രാദേശികമായിട്ടുള്ള അറിവ്, അതുപോലെ ഈ സംസ്ഥാന തലത്തിൽ എന്ത് നടക്കുന്നു എന്നുള്ള അറിവ്, അതുപോലെ ലോകത്തിൽ എന്ത് നടക്കുന്നു എന്നുള്ള അറിവ് കിട്ടും. അങ്ങനെ കിട്ടുമ്പോൾ ഏത് മനുഷ്യനെയും നമ്മൾക്ക് അടുത്ത് കിട്ടുന്നു. അപ്പൊ വായനയിലൂടെ കിട്ടുന്ന ഒരു പ്രത്യേകത, നമുക്ക് സങ്കല്പ വായു വിമാനത്തിലേറി വളരെ ദൂരം സഞ്ചരിക്കാം, വളരെ ദൂരത്തുള്ള ആളുകളുമായി സംവദിക്കാം. അങ്ങനെ നമുക്ക് വളരെ നല്ല പരിചയം കിട്ടുന്നു. അപ്പോഴാണ് നമ്മൾ അന്യനെ സ്നേഹിക്കുവാനും അന്യന്റെ വേദനകൾ അറിയുവാനും ഒക്കെ സാധിക്കുന്നത്. NV കൃഷ്ണവാര്യർ തന്നെ ഒരു കവിതയുണ്ട്, എങ്ങും മനുഷ്യനൊരു ചങ്ക
അവിടെ പ്രഹരം വീഴുന്നത് എന്റെ പുറത്താകുന്നു. എവിടെ ഒരു ദുഃഖം ഉണ്ടാകുമ്പോൾ, എവിടെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് എന്റെയും കൂടി പ്രശ്നമാണ് എന്ന് നമുക്കുള്ളൊരു സാമൂഹിക ബോധം കിട്ടുന്നത് വായനയിലൂടെയാണ്. അപ്പൊ അത് നമുക്ക് പത്രം വായനയിലൂടെ കിട്ടും. പിന്നെ ഒരു വായനയുണ്ട്, അതാണ് ലൈബ്രറി. ലൈബ്രറിയിലുള്ള പുസ്തകങ്ങൾ, കഥകൾ ഉണ്ടാവും, കവിതകൾ ഉണ്ടാവും, ലേഖനങ്ങൾ ഉണ്ടാവും, ഇതൊക്കെ അവിടെ ഉണ്ടാവും, ശാസ്ത്രലേഖനങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ പുസ്തകത്തെ നമ്മളൊന്ന് തൊട്ട് അതിനെ പരിചയപ്പെട്ട് അതിലേക്ക് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വെളിച്ചം, ആ വെളിച്ചം അനന്തമായ ആകാശത്തെ നമുക്ക് കാണിച്ചു തരും. അപ്പോഴും നമുക്ക് മനസ്സിലാവും സാമാന്യമായി നമ്മൾ കണ്ട ചില തത്വങ്ങൾക്കപ്പുറം ചിലതുണ്ട്, ചില കണക്കുകൾക്കപ്പുറം മറ്റു ചില കണക്കുകളുണ്ട്. നിങ്ങൾക്കറിയാം, ഒന്നും കിട്ടിയാൽ എത്ര? 2. ഇത് വളരെ അത്യാവശ്യമായിട്ടുള്ള കണക്കാണ്. ഇത് കണക്ക് ഭാഷ പറഞ്ഞു തരുന്നു. അപ്പൊ അത് പഠിക്കണം. അത് പഠിച്ച് നമ്മൾ വലുതാവുന്നു, നമ്മൾ ജീവിതത്തിന്റെ പല തുറകളിലും എത്തുന്നു. അതേ സമയത്ത് നമുക്കൊരു പുസ്തകം, ഒരു നോവലിൽ നിന്നോ അല്ലെങ്കിൽ കഥയിൽ നിന്നോ കിട്ടുന്നോ അറിയുന്നതല്ല, ഈ കണക്കായിരിക്കില്ല. ആ കണക്ക് എന്താണ്? ആ കണക്കാണ് ഒന്നും കൂട്ടിയാൽ എത്ര. അപ്പോ ബഷീറിന്റെ ബാല്യകാല സഖിയിലെ എന്ന നോവലിലെ മജീദ് എന്ന് പറയുന്നത്, നമ്മൾ മണ്ടൻ എന്ന് പറഞ്ഞ് മുദ്ര കുത്തിയ മജീദ് പറയുന്ന ഒരു ഉത്തരവുണ്ട്. ആ ഉത്തരം എന്താണ്? ഇമ്മണി വല്യോ. വളരെ സന്തോഷം. കാരണം ഇവിടെ എല്ലാവരും ബഷീറിനെ അറിയാം, ഇവിടെ എല്ലാവർക്കും ആ നോവലിനെ അറിയാം, ബാല്യകാല സഖി. ആ ഉത്തരവും അറിയാം. അതെന്തുകൊണ്ട്? നിങ്ങൾ വായിച്ചതുകൊണ്ടാണ്. ഈ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വലിയൊരു കണക്കാണ് ജീവിതത്തിന്റെ കണക്ക്. ഒന്നും കൂട്ടിയാൽ ഇമ്മണി വലിയ ഒന്ന്. 2 മനുഷ്യർ കൂടി ചേർന്നുള്ള സംഘശക്തിയുടെ, ഒരു വലിയ ശക്തിയുടെ ഒരു വലിയ പാഠം തരുന്നു. ഐകമത്യത്തിന്റെ പാഠം. ഉണക്കച്ചുള്ളി ഒന്നായാൽ ഒടിക്കാ ഏതു മർത്യനും, ഒന്നിച്ചൊരു കെട്ടായാൽ ആനയ്ക്കും സാധ്യമാവില്ല. ആനയ്ക്കും പോലും സാധ്യമല്ലാത്ത തരത്തിലുള്ള ശക്തിയുടെ ഒരു കൂടിച്ചേരലിന്റെ, ഒരു സൗഹൃദത്തിന്റെ, സഹവർത്തിത്വത്തിന്റെ ഒക്കെ ഒരു പാഠം ബഷീർ നമുക്ക് തന്നിരിക്കുകയാണ്. 2 പുഴകൾ കൂടിച്ചേരുന്നു. പ്രകൃതിയിൽ നിന്നാണ് ഈ പാഠം കിട്ടുക. ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടുമ്പോൾ നമുക്ക് പാഠങ്ങൾ കിട്ടാറ്. അത് മനസ്സിലായ വാക്ക് എന്ന് പറഞ്ഞ കവിതയിൽ തന്നെയുണ്ട്. എന്മണമൊക്കെ ഉണ്ടിക്കുന്നു പൂവുകൾ. നിങ്ങൾ വീട്ടിൽ നിന്ന് ഈ സ്കൂളിലേക്ക് വരുമ്പോ അവിടെ ഒരു പുഴ കാണുന്നു, അത് നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. ആ വായനയാണ് പ്രകൃതി വായന. അങ്ങനെ വായിച്ച മനുഷ്യനാണ് പി കുഞ്ഞിരാമൻ നായർ. പി എന്ന് പറഞ്ഞാൽ പ്രകൃതി, പി എന്ന് പറഞ്ഞാൽ പോയറ്റ്, പി എന്ന് പറഞ്ഞാൽ അങ്ങനെ വളരെ എളുപ്പത്തിലേക്ക് വികസിപ്പിക്കാവുന്ന പരിസ്ഥിതിയിലേക്ക് എത്തും. അങ്ങനെ പാരിസ്ഥിതികമായ പ്രപഞ്ചത്തിന്റെ അവബോധം നമുക്ക് കാട്ടിത്തന്ന കവിയാണ് പി കുഞ്ഞിരാമൻ നായർ. മർത്യനും മൃഗവും ഈ വൃക്ഷവും നക്ഷത്രവും പട്ടുനൂലൊന്നിൽ കോർക്കപ്പെട്ടുള്ള മണികളാണ്. ക്ഷിപ്രം ഈ ചരാചരം ഒന്നായി തളർന്നുപോ ഈ പ്രപഞ്ചത്തിൽ ചോരലേഖം കൊണ്ടറക്കുകയും. കുഞ്ഞിരാമൻ നായർ എഴുതുകയാണ്, എത്രയോ കാലം മുമ്പേ എഴുതിയതാണ്. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള, ജീവജാലങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച്, ഒരു സ്നേഹത്തിന്റെ മൂല്യതയെ കുറിച്ച് നമുക്ക് ആദ്യം പാടിത്തന്ന കവിയാണ്. അതിനു മുമ്പ് ആശാൻ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ ജൈവികമായ ബന്ധം, ചരാചരങ്ങൾ തമ്മിലുള്ള ബന്ധം, ഇത് മർത്യനും, നിങ്ങൾ ഇത് ഈ 4 പേര് നിങ്ങൾ പഠിച്ചിരിക്കണം. നിങ്ങളൊന്ന് ചൊല്ലിയേ, മർത്യനും. അർത്ഥമൊന്നും അറിയാത്തതിന്റെ പ്രശ്നമൊന്നുമില്ല. ഏത് അർത്ഥവും നോക്കി പഠിക്കുമ്പോൾ നമുക്ക് അർത്ഥം കിട്ടും. ഇതെല്ലാം അറിയുന്ന അർത്ഥങ്ങളാണ്. മർത്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യൻ, ജനിച്ചത്. അതിന് അപ്പൊ ഈ മർത്യനും മൃഗവും ഈ വൃക്ഷവും നക്ഷത്രവും പട്ടുനൂലൊന്നിൽ കോർക്കപ്പെട്ടുള്ള മണികളാണ്. ക്ഷിപ്രം ഈ ചരാചരം ഒന്നായി തളർന്നു പോകും. ഈ പ്രപഞ്ചത്തിൻ ചോരനരമ്പൊന്നറുക്കുകയും. അപ്പൊ മനുഷ്യനും പ്രകൃതിയും ചരാചരങ്ങളും നക്ഷത്രങ്ങളും വൃക്ഷങ്ങളും ഒക്കെ ബന്ധിക്കുന്ന ഒരു ജൈവ വ്യവസ്ഥയുണ്ട്. ഈ വ്യവസ്ഥയെ ഗണ്ണിക്കുന്ന എന്താണോ ആ സ്നേഹം എന്ന് പറയുന്ന നൂലിൽ അറ്റുപോയാൽ മനുഷ്യൻ ചിതറിക്കും. ഈ ചിതറിനെ ഇല്ലാതാക്കാൻ നമ്മെ ആദ്യം ബോധിപ്പിച്ചിരുന്നു കുഞ്ഞിരാമൻ നായർ തന്റെ കവിതകളിലൂടെ. ഈ കവിത വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വെളിച്ചമുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല, എനിക്ക് ഒറ്റയ്ക്ക് അസ്തിത്വമില്ല എന്ന്. വീരാൻകുട്ടി എന്ന് പറയുന്ന കവി കേട്ടിട്ടുണ്ടോ? എന്റെ തലമുറയിൽ എഴുതുന്ന കവികൾ റഫീഖ് അഹമ്മദ്,
അതുപോലെ പി രാമേന്ദ്രൻ, പി രാമൻ, അതുപോലുള്ള കവികളാണ്. അതുപോലെ ലളിതാ തമ്പി, VM ഗിരിജ, S ജോസഫ്, ഇങ്ങനെയുള്ള കവികളാണ് എൻ്റെ തലമുറയിൽ എഴുതുന്ന ആളുകൾ. അതിനുശേഷം കവികൾ നല്ല കവികൾ വന്നു. അതിനുശേഷം സുകുമാരചാര്യത്തെ പോലുള്ള കവികൾ വന്നു, കാടിന്റെ ഭാഷയുമായി. അതുപോലെ അശോകൻ മറയൂരിനെ പോലുള്ള കവികൾ വന്നു, കാടിന്റെ ഭാഷയുമായി. D അനിൽകുമാറിനെ പോലുള്ള കവികൾ വന്നു, കടലിന്റെ ഭാഷയുമായി. ഇതൊക്കെ അതാത് കാലത്തുള്ള ആനുകാലികങ്ങൾ വായിക്കുമ്പോഴേ നമുക്ക് കിട്ടും. കഴിഞ്ഞ ലക്കത്തിലെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ അമ്മു ദീപ എന്ന് പറയുന്ന വളരെ പ്രശസ്തയായ കവിയാണ്, എന്റെ തലമുറയ്ക്ക് ശേഷം വന്ന കവിയാണ് അമ്മു ദീപ. അമ്മു ദീപ എഴുതിയൊരു കവിതയുണ്ട്, നളിനി. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്നറിയില്ല. മാതൃഭൂമി ആഴ്ചയിൽ കുറച്ച് നോക്കിയാൽ അത് കാണാം. കഴിഞ്ഞ ലക്കത്തിൽ ഓരോ ലക്കത്തിലും വായിക്കണം. അതാത് കാലത്തെ ആനുകാലികങ്ങൾ വായിക്കുമ്പോഴാണ് അതാത് കാലത്തെ ജീവിത സ്പന്ദനങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ആ നളിനി എന്ന് പറയുന്ന കവിതയിൽ അമ്മ അവതരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ, എനിക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, അവളുടെ പേര് നളിനി, ഇതൊക്കെയാണ് കവിത. എന്നിട്ട് അവൾ ദിവസവും മഞ്ചാടി വെള്ളത്തിൽ കുതിർത്ത് തിന്നു എന്നാണ്. അപ്പോൾ ഒരു ദിവസം ഞാൻ പറഞ്ഞു കൊടുക്കും, അച്ഛനമ്മയോട് പറഞ്ഞു കൊടുക്കും. അപ്പൊ പറഞ്ഞു ഇത് വിഷമാണ്. അപ്പോഴാണ് അവൾ പറയുന്നത്, ഞാനിത് പണ്ടേ തിന്നാറുണ്ട്, പറഞ്ഞു കൊടുക്കല്ലേ, അവരറിഞ്ഞാലാണ് ഇത് വിഷമാവുക, അവരറിഞ്ഞാലാണ് ഇത് വിഷമാവുക എന്ന് പറഞ്ഞാൽ തൻ്റെതായ ചില കാഴ്ചപ്പാടുകളെ എപ്രകാരം ഒരു അധികാരികൾക്കോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബ വ്യവസ്ഥയോ തകർക്കുന്നു എന്ന് ഒരു സ്വാതന്ത്ര്യത്തിന്റെ പ്രഖ്യാപനമായി നമുക്കത് വായിക്കാം. ഒരു സ്ത്രീ സ്വാതന്ത്ര്യമായി. ഇത്തരത്തിൽ സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഏറ്റവും അധികം പറഞ്ഞ കവിയാണ് ബാലാമണിയമ്മ. മലയാളത്തിലെ ഏറ്റവും പ്രശസ്തയായ കവിയാണ്. സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഏറ്റവും അധികം പറഞ്ഞാൽ ഇത് വായിക്കുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, വിട്ടയക്കുക കൂട്ടിൽ നിന്നെ ഞാൻ ഒട്ടുവാതിൽ പറന്നു നടക്കട്ടെ എന്ന് കൂട്ടിലുള്ള ഒരു കിളി പറയുന്നു. ഒരു അധ്യാപകൻ പഠിപ്പിച്ചിരുന്നെന്ന് പറയും, കൂട്ടിലുള്ള ഒരു കിളി സ്വാതന്ത്ര്യം കാക്ഷിക്കുന്നു, അങ്ങനെ വിട്ടയക്കുക എന്ന് പറയുന്നു. പക്ഷേ ഇതൊരു വായന, സാമാന്യമായ വായന. ഈ വായനയ്ക്ക് അപ്പുറത്തൊരു വായനയുണ്ട്. അതാണ് നമ്മുടെ ഭാവന കൊണ്ട് വായിക്കുക. അത് വളരെ വലുതായിരിക്കും. ഇപ്പൊ പുസ്തകം വായിക്കുമ്പോൾ സാധാരണ വായന മാത്രം പോരാ, അതിനപ്പുറത്തൊരു വായന എന്താണ്? ആ വായനയാണ് ഒരു സ്വാതന്ത്ര്യ സമര കാലം വിചാരിക്കുക. അവിടെ പ്രജകൾ എല്ലാം അസ്വാതന്ത്ര്യം അനുഭവിക്കുന്നു, ബ്രിട്ടീഷുകാർ നമ്മളെ ഭരിക്കുന്നു. ആ സമയത്ത് ബാലാമണിയുടെ ഈ കവിത നമ്മൾ എടുത്തു വായിച്ചു നോക്കുക. വിട്ടയക്കുക കൂട്ടിൽ നിന്ന് എന്നെ ഞാൻ ഒട്ട് വാനിൽ പറന്നു കിടക്കട്ടെ, ഇത് ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണ് പ്രജ പറയുന്നത്. നമുക്കത് വായിച്ചെടുക്കാം. അല്ലെങ്കിൽ ഒരു ഗൃഹസ്ഥയായ ഒരു ഗൃഹത്തിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു സ്ത്രീ വളരെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ട്, കാക്ഷിക്കുന്നുണ്ട്. ഈ സ്വാതന്ത്ര്യമായി കൂടിയത് അല്ലെങ്കിൽ നമ്മുടെ തന്നെ ജീവൻ, നമ്മുടെ ആത്മാവും പരമാത്മാവും നമ്മുടെ ഉള്ളിൽ നിന്നും ഈ പഞ്ചരത്തിൽ നിന്ന് പുറത്തു പോകാൻ ആഗ്രഹിക്കുന്ന ഒരു കിളിയെ കുറിച്ചും ആവാം. അപ്പൊ ഒരു കവിതയ്ക്ക് പല മാനങ്ങളുണ്ട്, ഒരു പുസ്തകത്തിന് പല മാനങ്ങളുണ്ട്. UP ജയരാജന്റെ ഒരു കഥയുണ്ട്. വായനയെ കുറിച്ചാണ്, വായനയുടെ പ്രാധാന്യത്തെ കുറിച്ചാണ് പറയുന്നത്. അവിടെ കുഞ്ഞുലക്ഷ്മി അമ്മ എന്ന് പറയുന്ന ഒരു വലിയ വിദുഷി കുഞ്ഞിരാമനായരുടെ പത്നി, ഈ കുഞ്ഞിരാമനായരുടെ പത്നി എഴുതിയ ചില ലേഖനങ്ങൾ അദ്ദേഹത്തിന്റെ കുഞ്ഞിരാമനായരുടെ മകളും, അതായത് രവിയന്റെ പെങ്ങൾ ലീല ടീച്ചറും ലീല അമ്മാണ്, അതുപോലെ ജയശ്രീ വടേക്കർ എന്ന് പറയുന്ന ലീല ടീച്ചറുടെ മകൾ കവിയുടെ പേരക്കുട്ടി എഴുതിയ പുസ്തകമുണ്ട്, ഓർമ്മകളിലെ കവിയച്ഛൻ. ഈ കുഞ്ഞിരാമനായരെ കുറിച്ചാണ്. ഈ പുസ്തകം ഞാൻ വായിച്ചതൊക്കെ അത്ഭുതമായി. കുഞ്ഞിരാമനായരെ കുറിച്ച് നമുക്ക് കുറെ കേട്ടിട്ടുണ്ട്, ഒരുപാട് കേട്ടിട്ടുണ്ട്. ഏത് കുഞ്ഞിരാമനായരെ കുറിച്ച് കേൾക്കാത്തവരുണ്ടാവില്ല. അദ്ദേഹം മരിച്ചിട്ട് എത്രയും വർഷമായി. അങ്ങനെ മരിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും രണ്ടാം തരവും മൂന്നാം തരവും മഹാബലിയെ പോലെ, വാക്കുകളുടെ മഹാബലി എന്നാണ് KGS പറഞ്ഞത്. കുഞ്ഞിരാമനായരെ വാക്കുകളുടെ മഹാബലി, വാക്കുകളുടെ മഹാബലിയായി വരികയാണ്. എന്തുകൊണ്ട് നമുക്ക് ഈ കാലത്ത് കുഞ്ഞിരാമനായർ ആവശ്യമുണ്ട്? ഒരു മരം കെട്ടുമ്പോൾ കുഞ്ഞിരാമനായർ അന്നേ പറഞ്ഞു, നിർത്തുക വീരന്മാരെ വിപിന മഹോത്സവം, നിർത്തുക വീരന്മാരെ വിപിന മഹോത്സവം. മരത്തിന് ജീവനുണ്ടെന്ന് നമുക്ക് ബോധ്യം വരുന്നത് ഇത്തരം വാക്കുകൾ വായിക്കുമ്പോഴാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മകളും അതേപോലെ പേരക്കുട്ടി എഴുതി ഈ പുസ്തകം വായിച്ചപ്പോൾ അതിൽ ഇവരുടെ 2-3 ലേഖനങ്ങളുണ്ട്. ഈ കുഞ്ഞുലക്ഷ്മിയമ്മയുടെ 2-3 ലേഖനങ്ങൾ, ഒന്ന് തച്ചോളിയോദയങ്ങളെ കുറിച്ചും മറ്റൊന്ന് പൗരുഷത്തെ കുറിച്ചും മറ്റൊന്ന് മഹാകവി എന്ന് പറയുന്ന ഒരു കവിതയെ കുറിച്ചുമാണ്. അപ്പൊ ആ കവിതയെ കുറിച്ച് പറയുന്ന ഒന്ന് പറയുന്നു, അതൊന്ന് പറഞ്ഞു, കവി എന്തിന് കവിത എഴുതുന്നു? ഈ ചോദ്യം വലിയ ചോദ്യമാണ്. സമുദ്രത്തിൽ എന്തിന് തിരമാലകൾ ഉണ്ടാകുന്നു? ആകാശത്തിൽ
എന്തിന് നക്ഷത്രങ്ങൾ ഉദിക്കുന്നു? പൂർണിമാദിനം എന്തിന് പാലണിനിലാവായി തൂകുന്നു? ഉഷസ് എന്തിന് പുഞ്ചിരി കൊള്ളുന്നു? കുയിൽ എന്തിന് പാടുന്നു? പുഷ്പങ്ങൾ എന്തിന് വിരിയുന്നു? വാനം എന്തിന് ഇന്ദ്രധനുസ് നിർമ്മിക്കുന്നു? ഇവയെല്ലാം എന്തിനോ അതിനുവേണ്ടി കവി കവിത എഴുതുന്നു. ഗീതാഞ്ജലി കവിതയല്ല, പാവങ്ങളിൽ കവിതയില്ല എന്ന് പറയാറുണ്ട്. അതിന് ഉത്തരം ഇത്ര മാത്രം: വെളിച്ചം കാണാതിരിക്കുന്നത് വെളിച്ചത്തിന്റെ ദൂഷ്യമായും വരാം, കണ്ണിന്റെ തലക്കേടായും വരാം. എന്ത് മനോഹരമായ ഭാവനയാണ്! കുഞ്ഞലക്ഷ്മിയുടെ ഭാവനയാണ്. കുഞ്ഞലക്ഷ്മി അമ്മ എഴുതിയത് അങ്ങനെ പിന്നെ രവിയേട്ടന്റെ അമ്മ എഴുതിയ കവിതയല്ല, വാക്കുകളാണ്. വളരെ നിത്യനൂതനമായ ഒരു ഗദ്യ രൂപത്തിലാണ്. കുഞ്ഞിരാമനായരുടെ കവിയുടെ തലപ്പാടുകൾ വായിച്ചാൽ നമുക്കറിയാം. കുഞ്ഞിരാമനായരുടെ പുസ്തകങ്ങൾ വായിക്കണം. ഈ കുഞ്ഞിരാമനായരുടെ സ്കൂളിൽ നിൽക്കുമ്പോഴെങ്കിലും നമ്മൾ അദ്ദേഹത്തിന്റെ ലോകപ്രശസ്തമായ ആത്മകഥ ടീച്ചർമാരും വായിച്ചിട്ടുണ്ടാവണം എന്ന് തന്നെയാണ് ഉണ്ടായിരിക്കേണ്ടതാണെന്ന്. അത് തെറ്റാണ്, വായിച്ചിട്ടില്ലെങ്കിൽ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുട്ടികളായ നമ്മൾ പറഞ്ഞു തരുന്നതാണ്. ഈ കുഞ്ഞിരാമനായരുടെ ഏറ്റവും പ്രശസ്തമായ ആത്മകഥയുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ആത്മകഥയാണ്. ലോകത്തിൽ വളരെ കുറച്ച് നല്ല ആത്മകഥ, ഹിറ്റ്ലറുടെ ആത്മകഥ, അതുപോലെ തന്നെ നമ്മുടെ ചാർലി ചാപ്ലിന്റെ ആത്മകഥ, ഇങ്ങനെ കുറെ ആത്മകഥകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആത്മകഥയാണ് ടി കുഞ്ഞിരാമനായരുടെ കവിയുടെ കാൽപ്പാടുകൾ. ഈ പുസ്തകം ഒന്ന് വായിച്ചു നോക്കണം. 3 ആത്മകഥകളുണ്ട്. എന്നെ തിരയുന്ന ഞാൻ, നിത്യകന്യകയെ തിരയും, അതുപോലെ കവിയുടെ കാൽപ്പാടുകൾ. ഈ 3 പുസ്തകങ്ങളും മലയാളത്തിലെ പ്രശസ്തമായ കൃതികൾ മാത്രമല്ല, ലോകത്തിലേക്ക് എടുത്തു വെക്കാവുന്ന കൃതിയാണ്. ലോകത്തിലേക്ക് എടുത്തു വെക്കാവുന്ന കൃതിയാണ്. ലോകത്തിലേക്ക് എടുത്തു വെക്കാവുന്ന കവിതാട്ടെ എഴുതിയിട്ടുണ്ട് കളിയച്ച്. അതുപോലെ മറ്റു കവിതകൾ. എനിക്ക് അത്ഭുതമായ ഒരു കാര്യം പറയാം. ഞാൻ ജിയോളജിയെ പഠിച്ചത്. ജിയോളജി എന്ന് പറഞ്ഞാൽ ബയോളജി നമുക്കറിയാം അല്ലെ? ബയോളജി എന്ന് പറഞ്ഞാൽ ദ സ്റ്റഡി ഓഫ് ലൈഫ്, ലിവിങ് തിങ്സ്. ഈ ലിവിങ് തിങ്സിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. അപ്പൊ ഇത് ഏതിന്റെ സ്റ്റഡി ആയിരിക്കാം? ഇത് ജിയോ, ഭൂമിയെ കുറിച്ചാണ്. ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് എർത്ത്. അപ്പൊ എർത്തിനെ കുറിച്ച്, ഭൂമിയെ കുറിച്ച് ഞങ്ങൾക്കൊരു പാഠം ഉണ്ടായിരുന്നു. അത് പിന്നെ സ്ട്രാറ്റിഗ്രഫി എന്ന് പറയുന്ന ഭാഗത്താണ്. പാലിയന്റോളജിയിലും ഉണ്ട്. പാലിയന്റോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? പാലിയന്റോളജി ഈ സ്ഥലമാണ് പാലിയന്റോളജി. അതുപോലെ സ്ട്രാറ്റിഗ്രഫി എന്ന് പറഞ്ഞാൽ ഈ ഉയർന്നു വന്ന് പിന്നെ കുറെ കാലം കഴിയുമ്പോൾ പാറയായി ഉടച്ച് വർഷങ്ങളോളം കഴിഞ്ഞ് പാറയായി ഫോസിലുകൾ കിട്ടും. അതിന്റെ കാലപ്പഴക്കം നിർണ്ണയിച്ചാൽ സ്ട്രാറ്റിഗ്രഫി പഠിച്ചിട്ടുണ്ടോ, പാലിയന്റോളജി പഠിച്ചിട്ടുണ്ടോ എന്ന്. അതിങ്ങനെയാണ്: ഏകാന്തവാസം കൈക്കൊണ്ട ശാന്തമാം നീലമാമല ഗണിക്കുന്നു ധ്യാനമുഖം പ്രഭയം കാണുന്നു. ഈ പർവ്വതത്തിന്റെ അടുക്കളിൽ എല്ലാം നേരത്തെ പറഞ്ഞ പോലെ ജാതകത്തിന്റെ അടുക്കളാണ് പറയുന്നത്. ഒക്കെ നമ്മൾ പറയുന്ന പോലെ ഒരു 6ാം ഇന്ദ്രിയമല്ല 7ാം ഇന്ദ്രിയം. നമ്മൾ പഞ്ചഭൂതങ്ങളെ നമ്മുടെ ഈ അറിഞ്ഞ് വിവേകം കൂടി വരുമ്പോൾ പഠിത പറഞ്ഞ പോലെ വഹിച്ച് വളരുമ്പോൾ കാസർഗോഡ് ജില്ലയിലെ ഒരു 5 നല്ല എഴുത്തുകാരുടെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റണം. പേര് പറഞ്ഞേ. അംബികാസുരൻ. കടിച്ചറ പാലത്തിന്റെ ചുറ്റുപാട് മാത്രമാണ് എഴുതുന്നത്. എവിടെ? മടിക്കേ. അവിടെ കടിച്ചറ പാലം. ആ പാലത്തിന്റെ ചുറ്റുപാടുള്ള ജീവിതത്തെ അദ്ദേഹം എഴുതുന്നു. ഇപ്പോഴും ഇറക്കാന എന്ന് പറഞ്ഞ ഗ്രാമത്തെ കുറിച്ച് അദ്ദേഹം എഴുതി. കഴിഞ്ഞ ഒരാഴ്ച മുമ്പേ ഇറങ്ങിയൊരു നോവലാണ്. ആ നോവലിന്റെ പേര് നിങ്ങൾക്ക് അറിയുമോ? പത്രം വായിക്കുന്നവർക്ക് ചിലപ്പോൾ പരസ്യമൊന്നും കേട്ടിട്ടുണ്ടാവും. ആ നോവലിന്റെ പേര് മരണവംശം. അതിന്റെ പരസ്യത്തിൽ വന്നതാണ് ഒരാൾ ഇറങ്ങിയിട്ട് ഒരാഴ്ച കൊണ്ട് 1000 പതിപ്പുകൾ വിറ്റു തീർന്ന് 2ാം പതിപ്പിൽ എത്തിയിരിക്കുന്ന നോവൽ. ബെന്യാമിനൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പി.വി. ഷാജികുമാർ എന്ന് പറയുന്ന യുവ എഴുത്തുകാരന്റെ ചുടപ്പം പോലെ വിറ്റഴിയുകയാണ് മരണവംശം. അതിന്റെ അർത്ഥം നമ്മുടെ മലയാളം നോവലിലേക്ക് ഒരു അധ്യായം എഴുതി ചേർക്കുകയാണ് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഇത് വളരെ ധന്യമായ നാടാണ്. മറ്റൊരു കഥാപാത്രത്തിന്റെ പേര് പറഞ്ഞേ. കാസർഗോഡില്ല മതി. ഇതിന് മുമ്പ് പറയേണ്ട പേരുണ്ട് സി വി ബാലകൃഷ്ണൻ. അപ്പൊ ഇങ്ങനെ കുറെ ആളുകൾ ഇവിടെയുണ്ട്. കഥാകൃത്തുക്കൾ, എം.എ. റഹ്മാനെ പോലെ കഥാകൃത്തുക്കളുണ്ട്. പ്രധാനപ്പെട്ടത് 5 കവികളുടെ പേര് പറഞ്ഞേ. ടി കുഞ്ഞിരാമനായർ വളരെ നന്നായി. ആദ്യം പറയേണ്ട പേര്, കേരളം തന്നെ ആദ്യം പറയേണ്ട പേരാണ് ടി കുഞ്ഞിരാമനായർ. കേശാദിപാദം കവിയായി കാഞ്ഞങ്ങാട്ട് പിറന്നവൻ. കവിയാണ്, ഫുള്ള് കവിയാണ്. കേശാദിപാദം കവിയായി, കേശം തൊട്ട് പാദം വരെ കേശാദിപാദം കവിയായി കാഞ്ഞങ്ങാട്ട് പിറന്നവൻ. അർത്ഥായുസ്
കുഞ്ഞിരാമൻ നായർ എന്ന വിശ്വവിസ്മയകാരകൻ. കുഞ്ഞിരാമൻ നായർ എന്ന വിശ്വവിസ്മയകാരകനാണ്. ഇത് പറഞ്ഞത് മഹാകവി അക്കിത്തമാണ്. ജ്ഞാനപീഠം കിട്ടിയ മഹാകവി അക്കിത്തമാണ് ഈ കാര്യം പറഞ്ഞത്. മറ്റൊരാൾ പറയുന്നു, സഖ്യനേക്കാൾ തലപ്പൊക്കം സഖ്യനേക്കാൾ തലപ്പൊക്കം നിലയേക്കാളും ആർദ്രത ഇണങ്ങിനിൽ സത്പുത്രമായി പൈതൃകം ഇങ്ങനെ നിനക്ക് എഴുതുവാൻ കൂടി വിരിപ്പു ഭാരതപ്പുഴ, നിനക്ക് കാണുവാൻ വാരം നിർത്തുന്നു വർണ്ണപുസ്തകം, നിനക്ക് മഞ്ഞുകുമായിരുന്നു തിരുവാതിര, പഠിക്കൽ വന്നു പോകുന്നു പട്ടണിക്കും വിശ്വസുകൾ, ഇടുങ്ങിയ നിരപ്പായ തേഞ്ഞ പാതകൾ വിട്ടു നീ. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇടുങ്ങിയ നിരപ്പായ തേഞ്ഞ പാതകൾ വിട്ടു നീ, ഉന്നതങ്ങളിൽ മേഘങ്ങളോട് ചെയ്യുന്ന വേളയിൽ പൊൻപോലം കേൾക്കുവാൻ മുമ്പിട്ടില്ലല്ലോ നിന്റെ മസ്തകം, ഇരുമ്പുച്ചാൽ എത്തിക്കപ്പെട്ടില്ലല്ലോ പദങ്ങളും, ഉന്നതല്ലാത്ത നോക്കിനുമായി നിന്റെ കിട്ടുവാൻ കേവന്മാർ ഓമനിച്ചാലും ചെറു വട്ടം പിടിച്ചു നീ നാം മേഘങ്ങളുടെ ഗോത്രത്തിൽ ബാക്കിയായവൻ, ഏതോ അഴകിലുണ്ടേ തലയും ഭ്രഷ്ടകാമകൻ, അണുധൂളി പ്രസാദത്തിന്റെ അവിശുദ്ധത്തിൽ മുങ്ങിക്കിടന്നു നീ പൂർണ്ണപുണ്യത്തിന്റെ കയങ്ങളിൽ, നീ കൃഷ്ണശിലകൻ താളം എന്നിനോടുന്ന നീലിമ ആഴിത നിത്യമാം തേങ്ങൽ പൗർണമിക്കുള്ള പൂർണ്ണത. ഇത് കുഞ്ഞിരാമനായരെ കുറിച്ചൊരു മഹാകവിയാണ്. ആ കവികളിൽ ആറ്റൂർ രവിവർമ്മയാണ്. രവിവർമ്മയുടെ ലേഖനങ്ങൾ എന്ന് പറയുന്ന കവിതയിലാണ് കുഞ്ഞിരാമനായരെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. എന്റെ ഒരു കവിത ബികോമിൽ പഠിക്കാറുണ്ട് കുഞ്ഞിരാമനായരെ കുറിച്ച്. ആ കവിത കണ്ടിട്ടായിരുന്നു സിലബസിൽ. അതിന്റെ പേര് പി എന്നാണ്. പി കാലമഹാവനം ഒറ്റമൂലിക താളം തെറ്റുന്ന കാലത്തിന് ഗതിസൂചിക വിശ്വദർശന ധ്യാനം സ്വപ്ന വസന്തോത്സവ ബന്ധം ഈ കാലമഹാവനം. അപ്പൊ ഇങ്ങനെ ഓരോ ആളുകളും കുഞ്ഞിരാമനായരെ കുറിച്ച് പറയുന്നു. സച്ചിദാനന്ദൻ പറയും. സച്ചിദാനന്ദൻ ഏറ്റവും ജാഗ്രതയായി എഴുത്തുകാരനാണ് സച്ചിദാനന്ദൻ. കെ സച്ചിദാനന്ദൻ എന്ന കവി. അപ്പൊ സച്ചിദാനന്ദന്റെ കവിത ഈ നക്ഷത്രത്തിന്റെ സമകാലിക മലയാളത്തിലുണ്ട്. അതിനൊക്കെ മുമ്പത്തെ മാതൃഭൂമിയിലുണ്ട്. ഇതൊക്കെ വായിക്കണം. അതാത് കാലത്തെ ആനുകാലികങ്ങൾ വായിക്കുമ്പോഴാണ് നമുക്ക് അതാത് കാലത്തെ ജീവിതസ്പന്ദനങ്ങൾ ടി വി ശാന്തകുമാറിൽ അറിയുക, അഭിവാസമായിട്ട് അറിയുക, അതുപോലെ മറ്റു കവികളെ നമ്മൾ അറിയുക. അതിനെ പറ്റിയിട്ടില്ല. ഈ ഒരു വായനയിലൂടെ നമ്മൾ കുറച്ചുകൂടി വായിക്കുന്നത് വരെയുള്ള ഒരു മനുഷ്യനല്ല, ഒരു പുസ്തകം വായിച്ച് കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന മനുഷ്യൻ. അയാൾ കുറച്ച് എഴുതി നിൽക്കും. എഴുത്തുകാരുടെ ലക്ഷ്യം അതാണ്. എഴുത്തുകാരൻ എപ്പോഴും നമ്മെ എഴുതു നിൽക്കാൻ പ്രാപ്തരാക്കുന്നു. നമുക്കൊരു വെളിച്ചം കിട്ടുന്നു. ഈ വെളിച്ചം നേരത്തെ ഒന്നൊന്നും കുട്ടികളെ നമ്മൾ വലിയവന്നവർ പോലെ അല്ലെങ്കിൽ വേറൊരു കഥ വായിക്കുന്നതാണ്. UP ജയരാജന്റെ കഥ വായിക്കുന്നു. പുസ്തകം എടുത്ത് വായിക്കുന്നു. അത് ഏത് കഥയാവാം. എന്ന് പറയുന്ന വളരെ പണ്ഡിതരായ അവരുടെ പേരിലുള്ള ഈ ലൈബ്രറിയിൽ നിങ്ങൾക്ക് കുറെ പുസ്തകങ്ങൾ കിട്ടും. ഇവിടെ ലൈബ്രറി സ്കൂൾ ലൈബ്രറിയിൽ കിട്ടും. എല്ലാ ലൈബ്രറികളിലും കിട്ടും. ആ ലൈബ്രറി എടുത്ത് വായിക്കുമ്പോൾ UP ജയരാജന്റെ കഥ കാണുന്നു. ഗ്രാമചിത്രങ്ങൾ കഥ. ഈ കഥ വായിച്ചാൽ നമുക്ക് കിട്ടുന്ന അർത്ഥം എന്താണ്? നമ്മൾ മറച്ചു നോക്കുമ്പോൾ ഗ്രാമചിത്രങ്ങളിൽ കുഞ്ചിരിയെ അമ്മച്ചിയാണ്. അപ്പൊ ഈ അമ്മ ആടുകളോട് സംസാരിക്കും, പശുക്കളോട് സംസാരിക്കും. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ചേരി അമ്മ എല്ലാവരും അറിയാമോ ഇങ്ങനത്തെ കുഞ്ചേരി ആട് ആടനെ പറയും. അപ്പൊ പറയുന്നത് ഒരു ചോദ്യമുണ്ട്. ആടുകളോട് സംസാരിക്കുന്ന ഈ കുഞ്ചേരി അമ്മ പറയുന്ന ഒരു ചോദ്യം എന്താണത്? ആടുകളെ നെഞ്ചനല്ലേ, ആടുകളെ നെഞ്ചനല്ലേ. നേരത്തെ നെഞ്ചെന്ന് പറഞ്ഞില്ലേ? ഇതാ ആടുകളെ നെഞ്ചനല്ലേ. ഇതിന്റെ അർത്ഥം എന്താണ്? ആടും മനുഷ്യനാണ്, ആടും സഹജീവിയാണ്. ഈ പണ്ടങ്ങനെ ജീവിത പരിസരം ഉണ്ടായിരുന്നു. കോഴി അവതരിപ്പിക്കുകയാണ് UP ജയരാജ് ചെയ്തത്. അംബികാസുമായിട്ട് 2 വർഷങ്ങൾ ചെയ്യുന്നത് അത് തന്നെയാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നോവലുകൾ അംബികാസുമായിട്ട് ഒരു നോവൽ പറഞ്ഞ നോവലിന്റെ പേര് എന്മകൻ. വളരെ സന്തോഷം. നിങ്ങൾ അവരുടെ പേരെങ്കിലും അറിയുന്നുണ്ടല്ലോ. നിങ്ങളുടെ പ്രായത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു പേരേ അറിയില്ല. കുഞ്ഞിരാമനായർ പറഞ്ഞ ഒരാൾ ജീവിച്ചിട്ടുണ്ട്. ഈ ഗ്രാമത്തിൽ ജീവിക്കുന്ന എനിക്ക് അറിയില്ലായിരുന്നു. ഒരു ഭാഷ പറഞ്ഞു തന്നിട്ടില്ലായിരുന്നു. 4 മണി പോകുന്നതിനോട് കവിത പഠിച്ചിട്ടുണ്ട്. നാണമില്ലേ ഇടം തുടങ്ങാൻ പകൽ നേരം ഞാൻ ഈ 4 മണി വരെ ഇത്ര കാലം പകലുറക്കം സഹേ രാത്രിയായാൽ ഉറക്കം പതിവില്ലേ നിത്യവും ആ കഥകളിക്കാരന്റെ നിദ്ര ഏവം അഭിനയിക്കുന്നതോ. കഥകളിക്കാരൻ രാത്രി കഴിച്ചിട്ട് രാവിലെ ഉറങ്ങലാണ്, അതുപോലെ ഉറങ്ങുന്നതാണോ എന്ന് പറയുന്ന തരത്തിലൊരു കവിത പഠിച്ചത് കുഞ്ഞിരാമനായരുടെ ആണ്. ഇവിടെയുള്ള കുഞ്ഞിരാമനായരുടെ കവിതയായിരുന്നു.
മിച്ചം തുറന്ന് നമ്മളോട് സംബന്ധിച്ചു. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ മാതൃഭൂമി ആക്ഷേപിക്കുവാണ്. നിങ്ങൾ തുറന്നു നോക്കണം. അതിന് ചിലപ്പോ കുട്ടികൾ എഴുതി കവിതയെ കാണും. എത്ര ഭംഗിയായിട്ടാണ് ഇപ്പോഴത്തെ കുട്ടികൾ എഴുതുന്നത് അറിയാം. എനിക്ക് അത്ഭുതമായി തോന്നുന്നു. ഞങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് പുതിയ തലമുറ വരികയാണ്. അശ്വിൻ ചന്ദ്രനെ പോലുള്ള എഴുത്തുകാർ വരികയാണ് നമ്മുടെ നാട്ടിൽ നിന്ന്. മുമ്പ് ഇവിടെ നല്ലൊരു കവി ഉണ്ടായിരുന്നു, മരിച്ചു കഴിഞ്ഞ വർഷം, ബിജു കാനങ്ങാട്. ബിജു കാനങ്ങാട് എന്ന് പറയുന്നത് ലോകത്ത് ഈ മലയാളത്തിലെ ഏറ്റവും പ്രശസ്തനായ എഴുത്തുകാരായി അകാലത്ത് പൊരിഞ്ഞു പോയി. നമ്മുടെ ഇവിടെ തന്നെയുള്ള വിദ്വാൻ കേടുനായരെ പോലെ അകാലത്തിൽ പൊരിഞ്ഞു പോയത് അദ്ദേഹത്തിന് അദ്ദേഹം ആത്മഹത്യ ചെയ്താണ്. ബിജു പിന്നെ ഇതായത് എന്താണ് ഹൃദയത്തിന് സുഖമില്ലാതെ മരിച്ചത്. ഇങ്ങനെ രണ്ട് വ്യത്യാസമാണ്. പക്ഷെ ബിജു കാനങ്ങാട് എഴുതിയ കവിതകൾ ലോകത്തിന് മുന്നിൽ വെക്കാവുന്ന കവിതകളാണ്. ഞാൻ ആദ്യം കവിത എഴുതിയ കാണിക്കുന്ന ബിജുവിനെയായിരുന്നു. കാരണം എൻ്റെ ചെറിയ പ്രായമാണ്, എന്നെക്കാളും എത്രയോ താഴെയാണ്. അപ്പൊ എനിക്ക് അറിയാം എൻ്റെ കവിതയിലെ ദോഷങ്ങളെ, എൻ്റെ കവിതയിലെ പോരായ്മകളെ, എൻ്റെ കവിതയിലെ വൃത്തഭംഗങ്ങളെ, എൻ്റെ കവിതയിലെ സൗന്ദര്യ നഷ്ടങ്ങളെ ഒക്കെ പറഞ്ഞു തരാൻ പറ്റുന്ന പൾസുള്ള ഒരു കവിതയാണ് ബിജു. അതുകൊണ്ട് ബിജുവിനെ ആദ്യം കാണിക്കും, ബിജു അത് വായിക്കും. ദിവാരൻ എന്തെങ്കിലും പറച്ച വെറും പൊട്ട ദിവാരക്കാൻ പറയും. അപ്പോഴാണ് എനിക്ക് ബോധമുണ്ടാവുന്നത് എൻ്റെ കവിത എങ്ങനെ ഞാൻ തിരുത്തണത്. ഇപ്പൊ ഏറ്റവും പുതിയ തലമുറ ഏറ്റവും ഭംഗിയായി പുതിയ ഭാഷ ഉപയോഗിക്കും. അപ്പോൾ നമുക്ക് ചോദ്യം ചോദിക്കാനുള്ള വെളിച്ചം ഇതൊക്കെ പറഞ്ഞുപോയ ഒരുപാട് ഒന്ന് പറയാമോ? നമുക്ക് സംവാദം കൂടി ഉണ്ടല്ലോ. അപ്പൊ ആ സമയത്ത് നമുക്ക് കൂടുതൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടിയായി പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയാണ്. ഉത്തമ സാഹിത്യ കൃതികൾ നമ്മെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നു. അവ നമ്മെ പുതിയൊരു ലോകം കാണിച്ചു തരുന്നു. പുതിയ ജീവിതത്തെ കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാകുന്നു. ജാഗ്രത എവിടെയൊക്കെ വേണമെന്ന് നമുക്ക് ഉണ്ടാകും. ദേശീയതയെ കുറിച്ച് നമുക്ക് ഏകശില അല്ല അതിൽ നമുക്ക് ബോധ്യമാകുന്നു. അങ്ങനെയുള്ള പല സ്നേഹവും നന്മയും കാരുണ്യവും അവരുടെ സ്നേഹിക്കാൻ ഇതിന് ഈ ഓർമ്മകളിലെ കവിയച്ഛൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഈ കുഞ്ഞലക്ഷ്മി അമ്മ പിന്നെ ജയശ്രീ അതായത് ജയശ്രീ കടയക്കൽ എന്ന് പറഞ്ഞ നേരെ കിട്ടും. അപ്പൊ ഞാൻ ജയശ്രീ ചേച്ചിയാണ് വിളിക്കാം. അപ്പൊ ജയശ്രീ ചേച്ചി അതിനൊരു അനുഭവം പറയുന്നത് ഈ ഉറുമ്പ് ഉണ്ടാവും വീട്ടിൽ. അത് മിക്കവാറും അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് അവിടെ കൊണ്ടുവച്ച് മുട്ടായി കഴിക്കാൻ വന്നിട്ടായിരുന്നു. ഉറുമ്പും ഇങ്ങനെ കൂട്ട കുടിച്ചിട്ടുണ്ടാവും. അപ്പോ അവിടെ വീട്ടിലുണ്ട് ഈ ജയശ്രീ തട്ടിക്കൊടുക്കും. അപ്പൊ ഉറുമ്പെല്ലാം പറയും. അപ്പൊ ഈ ജയശ്രീയോട് അമ്മമ്മ അതായത് ഈ കൃഷ്ണ പറയുന്ന ചില ഭാഗം അതിങ്ങനെയാണ്. അത് അങ്ങനെ ചെയ്യണമോടെ അത് പരിഭ്രമിക്കൂലേ, അത് വഴിതെറ്റിയെടുത്ത് ചെയ്യും. ഉറുമ്പ് വഴിതെറ്റുന്നതിനെ കുറിച്ചുള്ള ഒരു അനുകമ്പ, ഈ അനുകമ്പയൊക്കെ കിട്ടിയാണ് ഈ കുഞ്ഞലക്ഷ്മിയമ്മ പറയുന്നത്. ഒരുപക്ഷെ നവോത്ഥാന കാലത്ത് ശ്രീനാരായണ ഗുരുവൊക്കെ നമുക്ക് പറഞ്ഞു തന്നതാണ്. മലയാളം കണ്ട ഏറ്റവും വലിയ കവി ഏതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും കുമാരനാശാന് മുമ്പ് ഏറ്റവും വലിയ കവി ആരാണ് എന്ന് ചോദിച്ചാൽ മലയാളത്തിലെ കവി ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു കവിയാണ്, ബേസിക്കലായും ശ്രീനാരായണ ഗുരു കവിയാണ്. അതുകൊണ്ട് ശ്രീനാരായണ ഗുരു തന്റെ ആശയങ്ങൾ കവിതയിലൂടെയാണ് പറഞ്ഞത് നമ്മളോട്. ആ പറഞ്ഞതാണ് അവനിവനെന്ന് അറിയുന്നതൊക്കെ ഓർത്താൽ അവനിവനെന്ന് അറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായ ഒരാളുടെ രൂപം അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവന് സുഖത്തിനായി വരയണം. ഇത് അദ്ദേഹത്തിന്റെ കവിതയാണ്, ആത്മോപദേശ ശതകം നോക്കുക. അതുപോലെ ദൈവമേ കാത്തുകൊള്ളു കന്നു കൈവിടാതിന്നെ ഞങ്ങളെ നാവികൻ നീ ഭവാബ്ദിക്കൊരാവിനത്തോട് നിൻ പദം. ഒരു മോഡേൺ അദ്ദേഹം ആവി വനത്തോട് അക്കാലത്ത് പ്രയോഗിച്ചതായിരുന്നു. അദ്ദേഹം പദത്തൊക്കെയാണ് പദങ്ങൾ പ്രയോഗിക്കും. പക്ഷെ അദ്ദേഹം പ്രയോഗിച്ചത് ആവി വനത്തോട്. നീ ഒരു ആവി വനത്തോണി പോലെയാണ്. ആവി കപ്പലിന് കേട്ടിട്ടുണ്ട് അല്ലെ? വലിയ തോണിയാണ് കപ്പൽ. ആവി വനത്തോണി എന്ന ആവിക്കപ്പൽ. അതാത് കാലത്തുള്ള ഒരു ബിംബത്തെ കവിതയിലേക്ക് പ്രതിഷ്ഠിക്കാൻ പറ്റിയാൽ അതാണ് ഏറ്റവും നൂതനമായ കവിത. അപ്പൊ ശ്രീനാരായണ ഗുരുവിന് അതറിയാമായി. ശ്രീനാരായണ ഗുരു അങ്ങനെ ദാർശനികനായ അദ്ദേഹം അന്യനെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു, അന്യരുടെ അനുകമ്പ കാണിക്കാൻ പഠിപ്പിച്ചു. ഒരു പീഠ എറുപ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പ, ഒരു പീഠ എറുപ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുകയെങ്കിൽ നിന്നിൽ അലയാത്ത ഒരു മനസ്സും കാണും പറയുന്നതാണ് അനുകമ്പാദശകത്തിൽ. അനുകമ്പാദശകം വേറെ കവിതയാണ്. ഇത് കുഞ്ഞിരാമന്റെ കവിതയാണ്, ശ്രീനാരായണ ഗുരുവിന്റെ കവിതയാണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണ് എന്ന് പറഞ്ഞത്.
ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞു. അപ്പൊ അത്തരം ഒരു സാമൂഹ്യ ബോധത്തിൽ അടിയുറച്ച് വിശ്വസിച്ച വിദ്യാഭ്യാസ മേഖലയിൽ നിന്നാണ് ആര് വരുന്നത്? കുഞ്ഞലക്ഷ്മി ശ്രീകുഞ്ഞരാമനായരുടെ ഭാര്യയാണ്. അവരുടെ പേരിലാണ് ഈ ലൈബ്രറി. അപ്പൊ ഈ ലൈബ്രറികളിലൊക്കെ നമ്മൾ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ചില വെളിച്ചങ്ങളാണ് നമ്മെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുന്നത് എന്ന് ആദ്യം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ഇനി ഞാൻ എഴുതിയതല്ല, ഇതിന്റെ ഒക്കെ ഉള്ളടക്കം ചിലപ്പോൾ ആ കൃതിയിൽ ഉണ്ടാകും. ഇത് ഗ്രന്ഥാലോകം എന്ന് പറയുന്ന മാസികയില്ല, ഗ്രന്ഥശാല സംഘം എല്ലാ മാസവും ഇറക്കുന്ന ഗ്രന്ഥാലോകം. നിങ്ങളുടെ ലൈബ്രറിയിലൊക്കെ ഉണ്ടാവേണ്ട ആനുകാലികങ്ങളാണ് മാതൃഭൂമി, ദേശാഭിമാനി, അതുപോലെ ഈ ഗ്രന്ഥാലോകം, ഭാഷാഭൂഷി, ഇതൊക്കെ ഇവിടെ ഉണ്ടായിരിക്കണം ലൈബ്രറികളിൽ. അത് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വെളിച്ചം വലുതായിരിക്കും, പുതിയ കാലമായിരിക്കും. ഈ പുതിയ രംഗത്തിലുള്ള ഒരു കവിതയാണ് അത് മാത്രമല്ല. കവിതയുടെ പേര് അത് മാത്രമല്ല. അത് മാത്രമല്ല, പുഴയെന്നാൽ മീനുമാണ്, പുഴയെന്നാൽ മീനുമാണ്, അരിയിലെ കല്ലുമാണ്, കല്ലിനുള്ളിൽ ഊളിയിടും ഉള്ളയുമാണ്. പുഴയെന്നാൽ മരമാണ്, മരത്തിലെ തണലാണ്, ഇളവയിൽ നോട്ടമിടും ഓളവുമാണ്. പുഴയെന്നാൽ പരമീനും ചുഴികളും ചരൽക്കല്ലും ഒഴുക്കുന്ന പായലിന്റെ ചിറകുമാണ്. മന്ദമന്ദം ഇളകുന്നോരലകളിൽ തൊട്ടു സ്വപ്നം പങ്കുവയ്ക്കും ഇളം കാറ്റിൻ കുളിരുമാണ്. പുഴ വെറും പുഴയല്ല, പുഴയെന്നാൽ മാമലതൻ മുടിയാണ്, ചിരിയാണ്, നിലാവുമാണ്. കളകളമിളകുന്ന പുളകവും പ്രകൃതിതൻ നടനവും കടലിലെ ലയവുമാണ്. പുഴയെന്നാൽ തോണിയാണ്, പുഴയെന്നാൽ തോണിയാണ്, അതിലേറി പല നാടിൻ പടലയിൽ പടർന്നതാ പലമയാണ്. ഒത്തുചേർന്നുണയിച്ചതാ വിപ്ലവത്തിൻ കരുത്തിന്റെ ചിത്രമാടും തോണിയേറ്റും വീര്യവുമാണ്. പുഴയെന്നാൽ വിതയാണ്, വിതയ്ക്കെല്ലാം നീരുമാണ്, തളിർപ്പാണ്, പടർപ്പാണ്, വിളയുമാണ്. പുഴയെന്നാൽ കരയുമാണ്, പുഴയെന്നാൽ കരയുമാണ്, അതിൽ നീളും ചതുപ്പുമാണ്, അതിൽ കൂടും കിളിയുമാണ്, അത് പാടും പാട്ടുമാണ്, പകിട്ടുമാണ്. പുഴയെന്നാൽ അഴുക്കിനെ അലക്കുന്നൊരൊഴുക്കാണ്, പുഴയെന്നാൽ അഴുക്കിനെ അലക്കുന്നൊരൊഴുക്കാണ്, കരിങ്കല്ലും ശില്പമാക്കും കലയുമാണ്, കരിങ്കല്ലും ശില്പമാക്കും കലയുമാണ്. പുഴ കണ്ണീരൊഴുക്കാണ്, പുഴ പെണ്ണിനുടലാണ്, പുഴ മണ്ണിനഴകാണ്, വസന്തമാണ്. പുഴ ഭ്രാന്തിൻ ചുഴിയാണ്, പുഴ ഭ്രാന്തിൻ ചുഴിയാണ്, പ്രണയത്തിൻ ജനിയാണ്, കുടത്തിൽ വെണ്ണീരൊഴുക്കും മൃതിയുമാണ്, കുടത്തിൽ വെണ്ണീരൊഴുക്കും മൃതിയുമാണ്. മഴക്കാലം തകർത്താടും ഇലഞ്ഞി വേളവും, മഴക്കാലം തകർത്താടും ഇലഞ്ഞി വേളവും, ഘോരനടനവും പ്രളയത്തിൻ കലിയുമാണ്. മഴക്കാലം തകർത്താടും ഇലഞ്ഞി വേളവും, ഘോരനടനവും പ്രളയത്തിൻ കലിയുമാണ്. പുഴ വെറും പുഴയല്ല, അത് മാത്രമല്ല എന്നാണ് ആ കവിത. അപ്പോൾ നമ്മൾ കാണുന്ന ഏത് പുസ്തകവും ആ പുസ്തകം മാത്രമല്ല, നമ്മൾ വായിക്കുന്ന ABCD ആ ABCD മാത്രമല്ല. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ ABCDയിൽ ഉണ്ടൊരു തത്വം, കാലത്തിൻ തത്വം. ADക്കുള്ളിൽ ഇരിപ്പു BC എന്നാണ് ആ തത്വം. ഈ AD എന്ന് പറയുന്ന കാലഘട്ടത്തിൽ ബിഫോർ ക്രൈസ്റ്റ്, ക്രിസ്തുവിന് മുമ്പേ അല്ല, പഴയ കാലത്തൊക്കെയുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് വായിക്കാൻ പറ്റണം.
ABC-ക്കുള്ളിലുള്ള ആ തത്വമറിയുന്നതുപോലെ ബാക്കിയുള്ള പ്രപഞ്ചത്തെ അറിയാൻ നിങ്ങൾക്ക് ലൈബ്രറികൾ സഹായകമാവട്ടെ. അതിനെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ഈ കുഞ്ഞലക്ഷ്മി അമ്മയുടെ പേരിലുള്ള പുസ്തകവും ശാലയും ഇവിടുത്തെ ലൈബ്രറിയും അധ്യാപകരെയും ഒക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഔപചാരികമായി കാണുന്നു. നിങ്ങൾക്കെല്ലാം നന്മ ലഭിക്കും. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എഴുത്തിനെക്കുറിച്ച് വായനയെക്കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ അവിടെ സംസാരിച്ചു. എഴുത്തിനെക്കുറിച്ച് ചില സംശയങ്ങളില്ല. അത് ഓരോ ഒന്ന് കണ്ടാലായി ചിലപ്പോൾ ഒരു അതിഥിയെ പോലെയാണ്. റിയൽ വീട്ടിൽ വരും പോവും, അങ്ങനെ ഉള്ളൂ. വീട്ടുകാരനായിട്ട് കവി ഉണ്ടായിരുന്നത് കുറവാണ്. ഒരൊറ്റ ദിവസം പോലും നമ്മൾ അച്ഛൻ്റെ കൂടെ ഇരുന്നിട്ട് ഓണത്തിന് ഊണ് കഴിച്ചില്ല. ഓണം കഴിഞ്ഞവർ ഓണം കഴിഞ്ഞ് വിളിക്കുന്ന മാർഗമായിട്ടുള്ള ഒരു കവിയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് ഓർമ്മകൾക്ക് വേണ്ടി വീണ്ടും ഫോട്ടോ ആണ്. കവിയുടെ കാൽപ്പാടുകളിൽ കവിയുടെ കാൽപ്പാടുകൾ എന്ന പുസ്തകത്തിൽ അമ്മയെക്കുറിച്ച് കവി ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ശീലാവതിയെക്കുറിച്ച് വായിച്ചിട്ടുണ്ട്. ഇന്ന് നേരിൽ കണ്ട് അഭിമാനം തോന്നി. നമ്മുടെ ഈ പുണ്യഭൂമിയിൽ ഇന്നും ശീലാവതിമാരുണ്ട്. കോൺഗ്രസ് ഏതാണ്ട് കിട്ടിയില്ലേ? ഇതാണ് ലൈബ്രറിയുടെ പേര്. കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് നമ്മൾ ലൈബ്രറി ഒഴികെ വേണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തിനാണ് ലൈബ്രറി? അതിൻ്റെ ഒരു കാര്യം, ഞാനൊരു ചെറുപ്പകാലം പഠിക്കുന്നതൊക്കെ ഒരു ലൈബ്രറി ഇല്ല. പണ്ട് വിദ്വാൻ കേളുവരെ വിജ്ഞാനങ്ങളായിരുന്നു വായനയുണ്ടായിരുന്നു. അതിന് വളരെ പുസ്തകങ്ങളൊക്കെ കുറവായിരുന്നു. അതിന് അപൂർവമായ പുസ്തകങ്ങളൊക്കെ കിട്ടും. ആ കവി നിങ്ങൾ എഴുതുന്ന ആളുകളുണ്ട്. എങ്ങനെ എഴുതണം? നിങ്ങളുടെ പ്രായത്തിലൊന്നും ഞാൻ എഴുത്തൊന്നും തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. നിങ്ങൾ ഇപ്പോഴേ എഴുതാൻ തുടങ്ങി. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എഴുത്തിനെക്കുറിച്ച് വായനയെക്കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ അവിടെ സംസാരിച്ചു. എഴുത്തിനെക്കുറിച്ച് ചില സംശയങ്ങളുണ്ടാവും. അത് നമുക്ക് അതിനെക്കുറിച്ച് പങ്കുവെക്കാം. എന്തെന്നാണ് കാര്യങ്ങൾ. കുഞ്ഞിരാമൻ നായരെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ ഒരു പ്രശ്നമില്ല. അവിടെ പുസ്തകങ്ങളുണ്ട്. അതുപോലെ മലയാളത്തിലെ എല്ലാ എഴുത്തുകാരുടെയും ചില കവിതകളും കഥകളും ഒക്കെ ഇവിടെ ഉണ്ടാവും. നിങ്ങളുടെ സ്കൂളിലും ഉണ്ടാവും. ഇവിടെ അത് നിങ്ങൾക്ക് സ്കൂളിൽ ഇല്ലാത്ത ചില പുസ്തകങ്ങൾ ഇവിടെ കിട്ടും. വളരെ അമൂല്യമായ ചില പുസ്തകങ്ങൾ ചിലപ്പോൾ കിട്ടും. അവിടെ കിട്ടാത്ത പുസ്തകങ്ങൾ ഇവിടെ കിട്ടും. ഇതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ അടുത്ത് തന്നെ ഈ ഒരു പുസ്തകശാലയുള്ളത് കുഞ്ഞിരാമൻ നായരും കുഞ്ഞിരാമൻ നായരുടെ ഭാര്യ ആയ കുഞ്ഞലക്ഷ്മി അമ്മയും രണ്ടുപേരും നിങ്ങൾ അനുഗ്രഹിക്കാൻ വന്നിട്ട് ഒരു ഉദാഹരണം വെച്ചിട്ട് ഒരു കുട്ടിക്ക് കൊടുത്താൽ മതി. അതിൻ്റെ സാഹിത്യത്തെക്കുറിച്ചും ഇതെല്ലാം നിങ്ങൾക്ക് ബോധ്യമുണ്ട് എന്ന് എനിക്കറിയാം. ഇവിടെ കുറേ പുസ്തകങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കുഞ്ഞിരാമൻ നായരുടെ പുസ്തകങ്ങളായിരുന്നു. രഥോത്സവം, കുഞ്ഞിരാമൻ നായർ കവിതയെ കുറിച്ച് മേടം മാഷിന്റെ ഇത് കുഞ്ഞിരാമൻ നായരെ കുറിച്ചുള്ള സമ്പൂർണ്ണ കൃതിയാണ്. ഗ്രാമചിത്രങ്ങൾ കഥ. ഈ കഥ വായി രണ്ടാമത്തെ ലൈബ്രറി കണ്ണൻ നേരത്തിലാക്കിയാണ്. ടീച്ചർ